ഇതെൻ്റെ അല്ല. പിന്നെ ആരുടെ ഈ ബാഗ്? ഈ ബാഗ് എൻ്റെയാ, പക്ഷേ ഈ ബോട്ടിൽ ഇതെൻ്റെ അല്ല. നിന്റെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയായിരുന്നു നിന്റെ ബാഗ് വന്നേ? അപ്പം നീയാണല്ലേ എൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കിയത് എന്ന് പറഞ്ഞ് മുസയാനം ബർജാനെ പിടിച്ച് ഒരൊറ്റ തള്ളു തള്ളി. രംഗം വഷളാവുന്ന കണ്ടപ്പോൾ ആദേശ് പെട്ടെന്ന് ഇടയ്ക്ക് കയറി. നീ എന്തിനാ എന്നെ പിടിച്ചു മാറ്റാൻ നോക്കുന്നേ? ആ പെണ്ണെൻ്റെ കൊച്ചിനെ കൊല്ലാൻ നോക്കി. നീ കേട്ടില്ലേ അത്? പിന്നെ നീ എന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവളത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ആദേശ് അവളെ പിടിച്ചു വലിച്ചോണ്ട് പോയി. നീ നിന്റെ ചേട്ടൻ്റെ മരണത്തിന് പ്രതികാരം വീട്ടുകയാണല്ലേ? എന്ത് പ്രതികാരം? കൂടുതൽ അഭിനയിക്കണ്ട നീ. മുറാദിന്റെ മരണത്തിന്റെ പ്രതികാരമായി ഞാൻ അസ്ലിക്ക് വിഷം കൊടുത്തു എന്നാണോ നീ പറഞ്ഞു വരുന്നേ? അത് തന്നെ ഞാൻ പറഞ്ഞത്. വിട്, ഞാൻ ഒരാൾക്കും വിഷം കൊടുത്തിട്ടില്ല. പിന്നതെങ്ങനെയാ നിന്റെ ബാഗിൽ വന്നേ? എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. നീ ഇന്നലെ അസ്ലിയെ കൊല്ലൂന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നില്ലേ? ഞാനെങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് അങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് ചെന്ന് കൊല്ലുവോ? നീയല്ലേ പിന്നെ ആരാത്? അതോ നീ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണോ? നോക്ക്, ഞാൻ ആരെയും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല, ആരെയും ഉപദ്രവിച്ചിട്ടുമില്ല. എൻ്റെ ഫാമിലിയോട് നീ ചെയ്തതുപോലെ ഞാൻ ഒരിക്കലും നിന്റെ ഫാമിലിയോട് ചെയ്തിട്ടുമില്ല, ഇനി ഒട്ട് ചെയ്യുകയില്ല. ആരും അതെൻ്റെ ബാഗിൽ കൊണ്ടിട്ടതാ. അതാരാണെന്ന് ഞാൻ ഉടനെ കണ്ടുപിടിക്കും. ഇനി നീ അതിന് കുറേ കഷ്ടപ്പെടണമെന്നില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആരാണത് ചെയ്തതെങ്കിലും കാണിച്ചു തരാം ഞാൻ. പിന്നെ നിനക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. വേറെ എങ്ങും കറങ്ങി നടക്കാതെ സമയത്ത് അങ്ങോട്ട് എത്തിയേക്കണം. പിന്നൊരു കാര്യം കൂടെ പറയാം, അമ്മയുടെ മുന്നിലൊന്നും അറിയാതെ പോലും ചെന്ന് പെട്ടേക്കരുത്. അടുത്ത സീനിൽ മുസയാനും ബിന്നാസിനെയും ഫാമിലിയെയും ഹാളിലേക്ക് വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഈ സമയം മർജാൻ ഒരാവശ്യമില്ലാതെ അസ്ലിയുടെ റൂമിൽ കയറി അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ പോയതാണ്. പെട്ടെന്ന് അവളുടെ പില്ലോ മാറിയിരിക്കുന്നത് കണ്ട് അതൊന്ന് ശരിയാക്കാൻ പോയത് മാത്രമേ മർജാൻ ഓർമ്മയുള്ളൂ. അപ്പോൾ തന്നെ അസ്ലി ഒച്ചയിട്ട് ആളെ കൂട്ടി ഇവൾ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു. പുറകെ വന്ന ജമാലും ആദേശം ഇത് കണ്ട് മിഴിച്ച് നിൽക്കുകയാണ്. അസ്ലി പറഞ്ഞത് സത്യമാണോ? എൻ്റെ പൊന്നെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ല നിന്നോട് ഈ മുറിയിൽ നിന്ന് പുറത്തു പോകരുതെന്ന്. ഞാൻ അവളൊന്ന് സംസാരിക്കാൻ പോയതാ. ഇനി അവൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോയെന്നറിയാൻ. അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുമായിരുന്നു. പില്ലോ മാറിയിരിക്കുന്ന കണ്ട് ഞാനൊന്ന് ശരിയാക്കാൻ പോയി. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നിട്ട് ഒച്ചയിട്ടു. ശരിക്കും ഇതാരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ നീ തന്നെയാണ് എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരി. ഇനി അവളുടെ റൂമിനടുത്തോ അവളുടെ അടുത്തേക്കോ നീ പോവരുത്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ പിന്നെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദി നീ മാത്രമായിരിക്കും. ഞാൻ പറഞ്ഞത് സത്യമാണ്. അവൾ എന്നെ തെറ്റിദ്ധരിച്ചതാ. കറക്റ്റ് ടൈമിങ്ങിന് യസാറിൻ്റെ കോൾ മർജാനും സാഹിദയുടെ കോൾ ആദേശിനും വന്നു. അവരുടനെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു വീഡിയോ കോൺഫറൻസിനെ കുറിച്ചാണ് പറയുന്നത്. നീ ടെൻഷൻ ആവണ്ട, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം. നിൽക്ക, ഞാനും വരാം. ഈ പ്രൊജക്റ്റ് നിൻ്റെ ആണെന്ന് പറഞ്ഞാലും കമ്പനിയുടെ ഉത്തരവാദിത്തം എനിക്കാണല്ലോ. എനിക്കറിയായിരുന്നു ഇത്. ഞാൻ പറഞ്ഞതല്ലേ ഇത് അവളാന്ന്. ആ കുപ്പി അവളുടെ ബാഗിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അവളത് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. അവൾ എൻ്റെ പുറകെ തന്നെ കൂടിയിരിക്കുക. ദേ ഇപ്പം എന്നെ കൊല്ലാനും നോക്കി. കാര്യമൊക്കെ ശരിയാ അസ്ലി. ആ വിഷക്കുപ്പി അവളുടെ ബാഗിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവളാണ് നിന്നെ കൊല്ലാൻ നോക്കിയതെന്ന്. എന്ത് തോന്നുന്നില്ലെന്ന്? നിനക്കെന്താ കണ്ണിന് മുന്നിൽ കണ്ട കാര്യം വിശ്വസിക്കാൻ പറ്റാത്തത്? ആദേശ്, ശരിക്കും ഞാൻ അവൾക്ക് വിഷമൊന്നും കൊടുത്തിട്ടില്ല. സത്യമായിട്ട് ഞാനല്ല അത് ചെയ്തത്. ഞാൻ അവസാനം നിന്നെ കാണുമ്പോൾ നീ അസ്ലിയുടെ മുറിയിൽ പില്ലോ പിടിച്ച് നിൽക്കുകയാണ്. എത്ര വട്ടം പറഞ്ഞു ഞാൻ അവളോട് സംസാരിക്കാൻ പോയതാണെന്ന്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ആവണമെന്നില്ലല്ലോ. അവൾ പുറത്തു പോയി കഴിച്ചെങ്കിലോ? ഇല്ല, അവളന്ന് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ശരി, ഇത് വിട. ഇപ്പം ഇത് ശ്രദ്ധിക്കേ. ഞാൻ എൻ്റെ ക്യാബിനിൽ ഇരുന്ന് വർക്ക് ചെയ്തോളാം. അവിടെ ഇരിക്കേ. അത് മൈൻഡ് ചെയ്യാതെ അവൾ പോവാനൊരു ശ്രമം നടത്തിയെങ്കിലും അവൻ വിട്ടില്ല. ഞാൻ പറഞ്ഞൊന്നും നിന്റെ ചെവിയിലോട്ടല്ല കയറിയത്. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്റെ ഈ കാട്ടോയെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും പണ്ട് ഞാൻ നിന്നോട് എന്തോ തെറ്റ് ചെയ്തിട്ട് നീ എന്നോട് അതിന് പകരം വീട്ടുകയാണെന്ന്. പിന്നെ നീ എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നേ? ഞാൻ നിന്റെ അടിമയായിട്ടിരിക്കണോ? ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിനക്ക് നല്ലോണം മനസ്സിലായി. നീ എന്നെ എൻ്റെ ഫാമിലിയിൽ ഇത്രയും വെറുക്കാൻ കാരണം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. നിന്നോട് സംസാരിച്ച് കളയാനേ എനിക്ക് തർക്കാനും സമയമില്ല. പിന്നെ ഞാൻ ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്തത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവൻ്റെ ഈ ഡയലോഗ് കേട്ട് മർജാൻ ഒന്നും കൂടെ ദേഷ്യം കൂടി. ഈ സമയം മുസൈനും സെഹറയും അസ്ലിയുടെ അടുത്ത് തന്നെയുണ്ട്. അവൾ ഈ സമയം നല്ല ഉറക്കമാണ്. അടുത്ത സീനിൽ മർജാൻ ആദേശിൻ്റെ ക്യാബിനിലേക്ക് ഒരു ചുമട് സ്നാക്സായി തള്ളിക്കയറി വരികയാണ്. ഇത് കണ്ട് കണ്ണ് തള്ളി നിൽക്കുകയാണ് ആദേശ്. പക്ഷേ ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന മട്ടിൽ അവൾ അവൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. ഇതെന്തോ ഇത്? നീ എന്താ ഇവിടെ കച്ചവടം ചെയ്യാൻ പോകണോ? അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും വിശക്കും, പ്രത്യേകിച്ച് ലൈറ്റ് നൈറ്റ്.
ഈ കോപ്രായങ്ങൾ കണ്ട് ആദേശിന് നല്ല ചിരി വരുന്നുണ്ട്. പക്ഷേ മർജാൻ ഫുൾ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എന്നിട്ട് അവൾ വർക്ക് സൈറ്റിലെ മെഷീൻ്റെ തീ പിടിച്ച വിലയെക്കുറിച്ച് അവനോട് പരാതി പറഞ്ഞു. നീ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്യ്. അതിന് നീയല്ലേ ഇവിടുത്തെ മാനേജർ. ഈ കമ്പനി മേടിക്കുമ്പോൾ ഇതൊന്നും അല്ലായിരുന്നല്ലോ. എന്തായിരുന്നു നിന്റെ മുഖത്തെ അഹങ്കാരം? ഓ, അത് ഞാൻ അത്ര അഹങ്കാരിയായിരുന്നു. അപ്പം കമ്പനി കൈവിട്ട് പോകുന്ന സമയത്ത് നിന്റെ കണ്ണ് എൻ്റെ മുഖത്തായിരുന്നു എന്ന് സാരം. അയ്യേ, ഞാനെന്തിനാ നിന്റെ മുഖത്ത് നോക്കുന്നേ? നോക്കാൻ പറ്റിയ മുഖം. അല്ല, നീ തന്നെയല്ലേ പറഞ്ഞേ ഞാൻ കോൺട്രാക്റ്റിൽ അന്ന് സൈൻ ചെയ്തുകൊണ്ടപ്പോൾ എൻ്റെ മുഖത്ത് ഫുൾ അഹങ്കാരമായിരുന്നു എന്ന്. ഇവനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞ് അവൾ നേരെ ഒരു സ്നാക്കിൻ്റെ പാക്കറ്റ് പൊട്ടിച്ചു. അതെ, ഞാൻ ഉദ്ദേശിച്ചത് നീ അന്നൊരു രാക്ഷസനെ പോലെയായിരുന്നു. ആരെ ഇഷ്ടമില്ലാത്ത മട്ടിൽ എല്ലാവരെയും നീ ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുമായിരുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ അമ്മ പോലും എന്നെ ഇത്രയും ക്ലോസ് ആയിട്ട് വായിച്ചിട്ടുണ്ടാവില്ല. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ശരി, ഞാൻ പറഞ്ഞ അന്ന് തന്നെ ഞാൻ വായി നോക്കുമല്ലായിരുന്നു എന്നാ. പിന്നെ നീ എന്തിനാ ഇത് തന്നെയും പിന്നെയും പറയുന്നേ? വല്ലാത്തൊരു സ്വയം പൊങ്ങിയ തന്നെ. ഞാൻ സ്വയം പൊങ്ങിയതൊന്നും അല്ലേ. നീ ഇത്രയൊക്കെ എന്നെ വാച്ച് ചെയ്ത സ്ഥിതിക്ക് അതിനൊരു കൺക്ലൂഷൻ വേണ്ടേ? അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കറിയാം ഇതൊക്കെ നീ എന്നെ വെറുതെ ചൊറിയാൻ പറയുന്നതാണ്. തൽക്കാലം അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല. ഇതൊക്കെ പറഞ്ഞിട്ട് ആദേശ് അവളെ തന്നെ വായി നോക്കിയിരിക്കുകയാണ്. പതിയെ പതിയെ അവളുടെ ഓരോ കാര്യങ്ങളും അവൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതുപോലെ. നിന്നോട് ഇങ്ങനെ സംസാരിച്ച് കളയാൻ എനിക്കേതായാലും സമയമില്ല. അതെ, ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. അതോ നീ എൻ്റെ വായിരിക്കുന്ന കേട്ടിട്ടേ പോവുള്ളോ? ശരി, ഓക്കെ, ഞാൻ നിർത്തി. ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഡ്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നീ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിനി വേണ്ട, ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. നിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്. 1 മണിക്കൂർ മൊത്തം വർക്ക് ചെയ്യാനിരിക്കുന്നെങ്കിൽ അതിൽ 45 മിനിറ്റും സ്വയം പൊങ്ങി തീർക്കും. ബാക്കി 15 മിനിറ്റ് വെറുതെ ഇരുന്ന് ഒച്ചയിടും. എന്നാൽ നീ പറ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? മിണ്ടാതിരുന്ന് പണിയെടുക്കാൻ നോക്ക്. അപ്പം നീ സമ്മതിച്ചേ നീ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവായിരിക്കും. ശരി, ഇതേ ഈ ഡ്രാഫ്റ്റ് നോക്ക്. നീ ഇത് ഞാൻ ചെയ്ത ഡ്രാഫ്റ്റ് അല്ലേ? നീ എൻ്റെ വർക്ക് മോഷ്ടിച്ചോ? അത് ശരി, അപ്പം ഞാനിതിലിട്ട കോൺട്രിബ്യൂഷൻ ഒന്നും നീ കണ്ടില്ലേ? അരേ വാ, അതിലെൻ്റെ കൈ തട്ടിയപ്പോൾ അതിന് വന്നൊരു പ്രൗഢി കണ്ടോ? എന്താ നോക്കുന്നേ? എന്നെപ്പോലെ അടിപൊളിയാവാൻ എനിക്ക് ടിപ്പ് വല്ലതും വേണോ? ഫസ്റ്റ് വേറെ ആരുടെ അല്ല. അങ്ങനെ കുറേ നേരത്തിന് ശേഷം ആദേശ് അവൻ്റെ വായിക്കുന്ന ഷട്ടർ ഇട്ടപ്പോൾ മർജാൻ പെട്ടെന്ന് ആദേശിൻ്റെ നേരെ തിരിഞ്ഞു. പൊതുവെ ഞാൻ എൻ്റെ ഫുഡ് അങ്ങനെ ആരെ കൊണ്ടും തൊടിയിക്കാറില്ല. പക്ഷെ നീ വേണമെന്ന് എടുത്തു. വേണ്ട വേണ്ട, വേണ്ട, തിന്നണ്ട. അങ്ങനെ പണിയെടുക്കുകയാണെന്ന് പറഞ്ഞ് ക്യാബിനിൽ ഒരാൾ മെനക്കെട്ട് വായി നോക്കിയും ഒരാൾ സ്നാക്സ് കഴിച്ചും സമയം കളഞ്ഞു. ഇങ്ങനെ പോയ കമ്പനിയുടെ കാര്യം കഷ്ടത്തിലാവും. അടുത്ത സീനിൽ മുസയാനും ഇനി സെഹ്റയുടെ മേൽനോട്ടത്തിലല്ലാതെ ഫുഡൊന്നും ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പാടില്ല എന്ന പുതിയ നിയമം കൊണ്ടുവന്നു. സൂപ്പർ, ഇതിൻ്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സമയം ക്ലയൻസിന് മുന്നിൽ മാതൃകാ ദമ്പതികളായി മരിച്ചഭിനയിക്കുകയാണ് മർജാനും ആദേശും. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ മർജാൻ അവിടുന്ന് പോവാൻ എഴുന്നേറ്റു. കൺഗ്രാറ്റ്സ്, നീ ഭാര്യയുടെ റോൾ നന്നായി ചെയ്തു. നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു അഭിനയ സിംഹമുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ഈ സമയം ജമാൽ ആദേശ് പറഞ്ഞ അനുസരിച്ച് ആ വിഷക്കുപ്പിയെക്കുറിച്ച് വീട് മുഴുവൻ അന്വേഷിച്ചു. നീ എന്താ ശരിക്കും അശ്രീയുടെ മുറിയിൽ കണ്ടത്? ഞാൻ മുറിയിലേക്ക് കയറുമ്പോൾ മർജാൻ ഒരു പില്ലോ പിടിച്ച് നിൽക്കുകയായിരുന്നു. പാവം, അവൾ ഒരുപാട് പേടിച്ചു. നിനക്കറിയാലോ ആദേശ്, ഞാൻ പെട്ടെന്ന് ആരെയും ജഡ്ജ് ചെയ്യില്ല. ചിലപ്പോൾ മർജാൻ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ശ്രമിച്ചതാവും. എനിക്കറിയില്ല ജമാൽ എന്താ വിശ്വസിക്കേണ്ടതെന്ന്. അവൾ പറയുന്നത് ചിലപ്പോൾ സത്യമാണെങ്കിലോ? എത്രയും വേഗം കണ്ടുപിടിക്കണം ആരാണ് അവളെ കുറ്റം പറഞ്ഞ് ഇത് ചെയ്തതെന്ന്. അടുത്ത സീനിൽ ആദേശ് ക്യാബിനിലേക്ക് കയറുമ്പോൾ സോഫയിൽ സുഖമായി കിടന്നുറങ്ങുന്ന മർജാനെ കണ്ടു. അത് കണ്ട് പാവമല്ലേ, ഒരു പില്ലോ വെച്ച് കൊടുത്തേക്കാം എന്ന് കരുതി ചെന്നതാണ്. നീ എന്തിനാ എന്നെ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്? പിറ്റേ ദിവസം ആദ്യം രാവിലെ കണ്ണു തുറക്കുന്നത് മർജാനാണ്. തൊട്ടടുത്ത് നല്ല ക്യൂട്ടായി കിടന്നുറങ്ങുന്ന തൻ്റെ സ്വന്തം കാലിനെ കണ്ട് അവൾ ആദ്യം ഒന്ന് ഞെട്ടി. ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കിയാൽ ആരെങ്കിലും പറയോ ഇന്നലെ തെറി വിളിച്ചവനായി കിടക്കുന്നതെന്ന്? അവിടുന്ന് പോവാൻ എഴുന്നേക്കുമ്പോൾ അവനെ പുതപ്പിക്കാൻ അവൾ മറക്കുന്നില്ല. ഡോർ അടയ്ക്കുന്ന ശബ്ദം കേട്ട് തൻ്റെ അഭിനയത്തിൽ നിന്നുണരുമ്പോൾ അവനും കൺഫ്യൂസ് ആയിരിക്കുകയാണ്. മുസേനം പറഞ്ഞ കാര്യങ്ങൾ ബിന്നാച്ചിനെ ശരിക്കും വിഷമിപ്പിച്ചു. അതോർത്തവരവസാനം അവിടുന്ന് പോവാൻ തീരുമാനിക്കുകയാണ്. ചീച്ചക്കും ബറാത്തും അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവർ ഉറപ്പിച്ച മട്ടായിരുന്നു. വീടെത്തി ഇറങ്ങ്.
നിൽക്ക്, നമുക്കൊന്ന് സംസാരിക്കണം. പോയിസനെ പറ്റി എന്തെങ്കിലും ന്യൂസ് കിട്ടിയോ? ഇല്ല, നീ ഇനി ഇതിൽ കൂടുതൽ ഇടപെട്ട് കുളവാക്കണ്ട. എൻ്റെ പേരിലാണ് ഇവരിതിൻ്റെ കുറ്റം വെച്ചത്. അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. പറയുന്ന കേട്ടാൽ നിനക്ക് കൊള്ളാം. വീട്ടിലേക്ക് കയറി വരുന്നതും അവളെ ഡോറ് തുറന്ന് അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ബിന്നാസാണ്. അവർ ഈ കാര്യം പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് പോകുമ്പോഴാണ് മുസേനം പെട്ടെന്ന് അവളുടെ മുടിക്കത്തിന് പിടിച്ച് വലിച്ച് താഴെ ഇടുന്നത്. നീ ചെയ്തതിൽ നിനക്ക് പണിഷ്മെന്റ് കിട്ടില്ല എന്ന് നീ വിചാരിച്ചോ? വിട്, ഞാനല്ല അത് ചെയ്തത്. ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആദേശം വിശ്വസിക്കുമായിരിക്കും, പക്ഷെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞവർ ഒരു വിശക്കുപ്പി തുറന്ന് ബലമായി അവളുടെ വായിലൊഴിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കണ്ട് പെട്ടെന്ന് ഓടി വന്ന ആദേശ് മുസേനത്തിനെ തടയുന്നു. നീ ഓക്കെ ആണോ? മാറി നിൽക്ക്, തുടരുത് തന്നെ എന്ന് പറഞ്ഞ് പേടിച്ച് അവൾ ഒരുപാട് കരയാണ്. അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാനൊരു 2 സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ നിങ്ങൾ അവളെ കൊന്നേനെ. അസലേക്ക് വിഷം കൊടുത്തവളാ അവളെ ഞാൻ വെറുതെ വിടാനോ? അതിനിങ്ങനെയാണോ റിയാക്ട് ചെയ്യുന്നേ? എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഓ, നീ അപ്പോഴേക്കും നിന്റെ ഭാര്യയുടെ പക്ഷം പിടിക്കാൻ തുടങ്ങിയോ? ആകെ വിഷമിച്ചിരിക്കുന്ന മർജാനെ നോക്കി വീണ്ടും നെർമിൻ ആദേശിനെ കല്യാണം കഴിച്ചതിൽ കുറ്റം പറയാണ്. അന്ന് കുറച്ച് കൂടുതൽ വിഷം ഒഴിക്കേണ്ടതായിരുന്നു. അങ്ങനായിരുന്നെങ്കിൽ അവൾ എപ്പോഴേ ചത്തേനെ. നെർമിൻ്റെ ഈ വർത്താനം കേട്ട് മർജാൻ ഞെട്ടി. അമ്മ എന്താ പറഞ്ഞേ? അപ്പോൾ അമ്മയാണോ ഇത് ചെയ്തത്? അതെ, ഞാൻ തന്നെ അത് ചെയ്തത്. എനിക്കതിലൊരു കുറ്റബോധവുമില്ല. നെർമിൻ്റെ ഈ ഏറ്റുപറച്ചിൽ കേട്ട് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഇവരുടെ ഈ സംസാരത്തിൻ്റെ അറ്റവും മൂലം കേട്ട് അസ്ലി അവിടുന്ന് പാഞ്ഞു വരുന്നത്. ആരെയും കൊല്ലുന്നതല്ല അമ്മേ നമ്മുടെ പ്ലാൻ അനുസരിച്ചാണോ നീ അവളെ കല്യാണം കഴിച്ചത്? ഇതിലിനി നിന്റെ ഒരു പ്ലാനും വേണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഹാളിലെ അസ്ലിയുടെ ആക്രോശം കേട്ട് ആദേശം മുസ്തയാനം പെട്ടെന്ന് അങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞില്ല ആദേശ്, ഇവൾ തന്നെയാണ് അത് ചെയ്തതെന്ന്. ഇവൾ ആ സമയം കിച്ചണിലുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ അത്. ഇത് കേട്ട് ആദേശ് ദേഷ്യം കൊണ്ട് വരച്ചു. ഇതിലിപ്പോൾ എന്താ ഇത്ര സംശയം? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത്. ശബ്ദം കേട്ട് ഹൈദറും രംഗത്തേക്ക് വന്നു. ആ വന്നോ? ഇതേ നിങ്ങളുടെ മോളുടെ തലിക്കോണം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. നിനക്ക് ഉറപ്പാണോ? ആരെങ്കിലും ഈ കാര്യത്തിൽ കള്ളം പറയോ? എനിക്ക് ഉറപ്പാ, ഇവള് തന്നെയാ. നീ എന്താ പിന്നെ ഇത് ആദ്യം പറയാഞ്ഞേ? ആദ്യം ഞാൻ മയക്കത്തിലായിരുന്നോണ്ട് എനിക്കത്ര ഉറപ്പില്ലായിരുന്നു. ഇന്നലെ രാത്രിയിലത്തെ ആ സംഭവം കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചത് ഇത് ഇവൾ തന്നെയാണെന്ന്. ഈ സമയം ഒരു ഉളുപ്പുമില്ലാതെ നെർമിൻ മർജാനോട് തന്നെ കാട്ടിക്കൊടുക്കരുതെന്ന് പറഞ്ഞു. ഞാനല്ല. ഇതും കൂടി കേട്ട് കല്ല് തുള്ളി ആദേശ് മർജാന്റെ നേരെ ചാടി. നീ ചെയ്ത തെറ്റിന് ഞാൻ തരാം നിനക്കുള്ള പണിഷ്മെന്റ്സ്. എന്നിട്ടവൻ അവൾ ചെയ്ത തെറ്റിന് അസ്ലിയോട് മുട്ടുകുത്തി മാപ്പ് പറയാൻ പറയുന്നു. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയാൻ എനിക്ക് മനസ്സില്ല. കഴിഞ്ഞ 2 ദിവസം ഇവൾ അനുഭവിച്ചിന് നീ ഇത് ചെയ്തേ മതിയാവും. നിനക്ക് മാപ്പ് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ 187 ദിവസത്തെ കോൺട്രാക്ട് ഞാൻ ഇപ്പം ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. നിങ്ങൾക്കിതെല്ലാം നഷ്ടപ്പെടും. നീ ജയിലിലും പോവും. ഇത് കേട്ട് അവസാന ശ്രമം എന്നോണം മർജാൻ അവൾ ഹൈദറിനെയും നെർമിനെയും മാറി മാറി നോക്കി. പക്ഷെ അവരപ്പം തന്നെ അവളെ കൈയൊഴിഞ്ഞു. ഇന്നലെ ഞാൻ കണ്ട മനുഷ്യനല്ല നീ. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന മർജാനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് RJ കുട്ടി.